നമസ്തേ, എല്ലാവർക്കും ശരി ഹിന്ദിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് 8ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ പേഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഒരു മാർക്കിന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളും അതുപോലെ തന്നെ കവി പരിചയവുമാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അതിൽ ഫസ്റ്റിൽ തന്നെ നമുക്ക് കവി പരിചയം നോക്കാം. നമ്മുടെ ടെക്സ്റ്റിൽ ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട് കവി പരിചയം. ആരായിരുന്നു നമ്മുടെ കവിത എഴുതിയ ആൾ? സുശീൽ ശുക്ലാണ്. അപ്പം അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് നമുക്ക് നോക്കാം. सुशील शुक्ल का जन्म 25 मार्च 1974 में मध्य प्रदेश के होशंगाबाद में हुआ. അപ്പോൾ സുശീൽ ശുക്ലിൻ്റെ ജനനം മാർച്ച് 25, 1974 മധ്യപ്രദേശിലെ ഹോഷംഗാബാദ് മേ ഹുവ. മധ്യപ്രദേശിലെ ഹോഷംഗാബാദിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. आप बाल साहित्य के क्षेत्र में लगभग 2.5 दशकों से काम कर रहे हैं. അദ്ദേഹം ഏകദേശം 25 വർഷത്തോളമായിട്ട് ബാലസാഹിത്യ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ ആപ്പ് ഫ്ലൂട്ടോ ഓർ സൈക്കിൾ ബാൽപത്രികാവും കെ സമ്പാദക് ഭി ഹെ. അദ്ദേഹം ഫ്ലൂട്ടോ, സൈക്കിൾ എന്നീ ബാലമാഗസീനുകളുടെ എഡിറ്റർ കൂടിയാണ്. അതുപോലെ തന്നെ ആപ്പ് ചക്മക് ബാലക് പത്രികാക്കെ സമ്പാദക് രഹേ ഥെ. അതുപോലെ തന്നെ അദ്ദേഹം ചക്ബാല മാഗസിൻ്റെ എഡിറ്ററും ആയിരുന്നു. ये सारे उजाला सूरज का, टिफ़िन दोस्त, फेरे वाले साहित्य आपकी 12 बाल पुस्तकों का प्रकाशन एकलव्य प्रकाशन ने किया. അതുപോലെ തന്നെ ये सारे उजाला सूरज का, टिफ़िൻ दोस्त, ഫേരി വാലെ അദ്ദേഹത്തിൻ്റെ 12ഓളം ബാലപുസ്തകങ്ങൾ ഏകലവ്യൻ പ്രകാശൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ 2024 के ഹരികൃഷ്ണ ദേവ്സാരെ ബാൽ സാഹിത്യ പുരസ്കാർ സെ വേ സമ്മാനിത ഹെ. അതുപോലെ തന്നെ 2024 ഹരികൃഷ്ണ ദേവസാരെ ബാലസാഹിത്യ പുരസ്കാരത്താൽ അദ്ദേഹം ആദരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന് ഈ പുരസ്കാരങ്ങൾ നൽകി അദ്ദേഹത്തെ ആദരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ്? ദേവസാരെ ബാലസാഹിത്യ പുരസ്കാരം അത് നൽകി അദ്ദേഹത്തെ ആദരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് സുശീൽ ശുക്ലിൻ്റെ കവി പരിചയം. ഇനി നമുക്ക് ഇതിലെ ഒരു മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസറുകൾ നോക്കാം. പേഡ് നാമ കവിതാക്ക് കവി കോൻ ഹെ. പേഡ് എന്ന് പറയുന്ന നമ്മുടെ ഈ കവിത എഴുതിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സുശീൽ ശുക്ല്. കവിനെ പേഡ് കോ ക്യാ കർ ബുലായ ഹെ. കവി മരത്തിനെ എന്താണ് വിളിച്ചത്? ദർജി അല്ലേ, തയ്യക്കാരൻ എന്നാണ് വിളിച്ചത്. ധൂപ് ഖിലി തോ കൈസെ ബിക്കർ ഖി. ധൂപ് വെയിലിനെ തുന്നിച്ചേർത്തപ്പോൾ അതെങ്ങനെ ചിതറിപ്പോയി എന്നാണ്. ഛായാവും കെ തുക്കിടെ അല്ലേ, ഛായാവും കെ ടുക്കിടെ. ഛായ എന്താണ്? നിഴലിൻ്റെ കഷ്ണങ്ങളായിട്ടാണ് അത് ചിതറിപ്പോയത്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ. പേടിനെ മിട്ടി സിലാക്കർ ക്യാ ബനായ ഹെ. മരം മിട്ടി സിലാക്കർ മണ്ണിനെ തുന്നിച്ചേർത്ത്, അതായത് തയ്ച്ച്, ക്യാ ബനായ എന്താ ഉണ്ടാക്കിയ രംഗ് എന്ന് പറഞ്ഞാൽ നിറം. പേടിനെ പാനി സിൽക്കർ ക്യാ ബനായ ഹെ. മരം വെള്ളത്തെ തുന്നിച്ചേർത്ത് തയ്ച്ചെന്തുണ്ടാക്കി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആകാശ്. പേടിനെ കിൻകിൻകോ തരാശ് കെ ജോഡ് ദിയാ ഹെ. മരം എന്തിനെയെല്ലാം കിൻകിൻകോ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് തരാശ് കെ ജോഡ് ദിയാ ഹെ രൂപപ്പെടുത്തി കൂട്ടി യോജിപ്പിച്ച് എടുത്തത്. എന്തിനൊക്കെയാണ്? മിട്ടി, രംഗ്, ഹവ ഓർ പാനിക്കോ അല്ലെ. മിട്ടി മണ്ണ്, രംഗ് നിറം, ഹവ കാറ്റ്, ഓർ പാനി എന്താണ്? ജലം. പേടിനെ ഫൂലോं को सिलाकर क्या बनाया. മരം പൂക്കളെ തുന്നിച്ചേർത്ത് എന്തുണ്ടാക്കിയെന്നാണ്? പശ്മീനെ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കമ്പിളി വസ്ത്രമാണ് തുന്നിച്ചേർത്ത് ഉണ്ടാക്കിയെടുത്തത്. പേടിനെ ആമേ ക്യാ സില ദിയാ ഹെ. മരം ആമിൽ എന്താണ് തുന്നിച്ചേർത്തത്? ആം കാ സ്വാദ് അല്ലേ, ആമിൻ്റെ സ്വാദ്, അതായത് മാങ്ങയുടെ സ്വാദ്. ജാമുൻ കാ സ്വാദ് കിസ്മേ സിലാ ഹെ. ജാമുൻ കാ സ്വാദ് ജാമുൻ കെ ഫൽമേ അല്ലേ. ജാമുൻ എന്താണ്? ഞാവൽപ്പഴം. ഞാവൽപ്പഴത്തിൽ ഞാവലിൻ്റെ സ്വാദ് നിറച്ചിരിക്കുന്നു. ബാഗ് മേ കിസ്കാ സ്വാദ് സിലാ ഹെ. ബാഗ് തോട്ടത്തിൽ, ബാഗ് കാ സ്വാദ് എന്താണ്? തോട്ടത്തിൻ്റെ സ്വാദാണ്. വനക്കാ സ്വാദ് കഹാ സിലാ ഹെ. വനത്തിൻ്റെ സ്വാദ് എവിടെയാണ് തുന്നിച്ചേർത്തിരിക്കുന്നത്? എവിടെയാണ്? വൻ കെ പേടുമേ, മരത്തിൽ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസറുകൾ ഒരു മാർക്കിന് ചോദിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ കവി പരിചയം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ധന്യവാദം. ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത ക്ലാസ്സിൽ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഇഷ്ടമായാൽ
ഇത് ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണോ മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ധന്യവാദം.